ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് പൈതൺ 2 വേഴ്സസ് പൈതൺ 3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു നമ്മൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഓരോ വേർഷൻസ് എടുക്കുമ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേർഷനും ന്യൂവർ ആയിട്ടുള്ളൊരു വേർഷനും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് ആണ് ഉണ്ടാവുക. ഒന്ന് മറ്റൊന്നിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും, അതുപോലെയുള്ള ഫീച്ചേഴ്സ് സിൻടാക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും പുതിയൊരു വേർഷൻ ഉണ്ടാവുക. എന്നാൽ ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഡിഫറൻസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ പൈതൺ 2ഉം പൈതൺ 3ഉം തമ്മിൽ ഒരുപാട് ഡിഫറൻസുകളുണ്ട്. അപ്പോൾ ഒരു കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ പൈതൺ 2 ആണ് ഇത്രയും കാലം യൂസ് ചെയ്തിരുന്നത്, പെട്ടെന്ന് അവർക്ക് പൈതൺ 3യിലേക്ക് അപ്ഡേറ്റഡ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടണം. പൈതൺ 2 എങ്ങനെയാണ്, പൈതൺ 3 എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. സോ നമ്മൾ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പൈതൺ 2 വേഴ്സസ് പൈതൺ 3. ഈ പൈതൺ 2 റിലീസായതൊരു 2000-ലാണ്, പൈതൺ 3 റിലീസായതൊരു 2008-ലാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, രണ്ട് ടൈപ്പ് വേർഷൻസ് റിലീസാകാൻ. അതിൻ്റെ ഇടയിൽ 2.somethings ഒരുപാട് റിലീസായിട്ടുണ്ട്. പിന്നീടാണ് പൈതൺ 3 വരുന്നത്. 2.7 കഴിഞ്ഞാൽ പിന്നെ 3 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 7 to 3 വന്ന് 2.7 to 3 എന്നുള്ള ഒരു ചേഞ്ച് വളരെ ഒരു ഡിഫറെൻ്റ് ആണ് ഈ ഒരു പൈതൺ 2ഉം 3ഉം തമ്മിൽ ഉണ്ടാക്കിയെടുത്തത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ സാധാരണഗതിയിൽ മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഒരു പുതിയൊരു വേർഷൻ റിലീസാകുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേർഷൻ്റെ ഫീച്ചേഴ്സും സിൻടാക്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഈ പൈതൻ്റെ കേസിൽ മാത്രം ഡിഫറൻസ് ഉണ്ട്. സാധാരണ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാകുമ്പോൾ നമുക്ക് ഈസിയർ ആണ്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേർഷനിൽ നിന്ന് മറ്റൊരു വേർഷനിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു മാനേജ്. പക്ഷേ പൈതൺ 2ൻ്റെയും പൈതൺ 3ൻ്റെയും കേസ് വരുമ്പോൾ ഇറ്റ്സ് മച്ച് ഡിഫിക്കൽട്ട്. കാരണം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവണം, എങ്ങനെ സോൾവ് ചെയ്യാമെന്നറിയണം, എന്നാൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഡിഫറൻസസ് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, പൈതൺ 2ഉം പൈതൺ 3യും തമ്മിലുള്ള ഡിഫറൻസസ്. ഈ പൈതൺ 2ൽ നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസ് പ്രിൻറ്റിൻ്റെ കാര്യമാണ്. നമ്മളിപ്പോൾ പ്രിൻറ്റ് കൊടുക്കുമ്പോൾ, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞാണ്ട് നമ്മൾ കോട്ടിനകത്താണ് സംതിങ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുക. പൈതൺ 3ൻ്റെ കേസ് വരുമ്പോൾ അതൊരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് പാരന്തസിസിനകത്ത് സംതിങ് എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിഫറൻസ് നമുക്ക് പറയാനുള്ളത്. പ്രിൻറ്റിൻ്റെ കേസിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൈതൺ 2ൽ നിന്ന് പൈതൺ 3യിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും എറേഴ്സ് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട ഈ ഒരു പ്രിൻറ്റിൻ്റെ കാര്യമാണ്. നമ്മൾ ആ പ്രിൻ്റ് എങ്ങനെയാണ് കൊടുത്തുള്ളത് നോക്കാം. മുന്നിൽ ജസ്റ്റ് പ്രിൻ്റ് പറഞ്ഞാൽ കോട്ടിനകത്ത് കണ്ടൻറ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. മറ്റേത് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് പാരന്തസിസിനകത്താണ് കണ്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. തന്നെ വലിയൊരു ഡിഫറൻസ് ആണ്. Python 2 uses print as a statement and used as print something to print some string on the console. Python 2 യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ്, കോട്ടിനകത്ത് സംതിങ് പ്രിൻ്റ് ചെയ്യും. Python 3 uses print as a function and used to print something in parenthesis to print something on the console. Python 3ൻ്റെ കേസ് വരുമ്പോൾ അതൊരു ഫംഗ്ഷൻ പോലെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്, അതായത് വർക്ക് ചെയ്യുന്നത്. പ്രിൻ്റ് പറഞ്ഞിട്ട് പാരന്തസിസിനകത്ത് അത് ചെയ്യും. ഇനി അടുത്ത ഡിഫറൻസ് വരുന്നത് ഇൻപുട്ട് കൊടുക്കുന്ന കേസിലാണ്. അതായത് യൂസർ ഇൻപുട്ടായിട്ട് എന്തെങ്കിലും നമ്മുടെ സിസ്റ്റത്തിന് കൊടുക്കുന്ന സമയത്ത് ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ സ്ട്രിങ് കൊടുക്കാം, ഇൻറ്റീജർ കൊടുക്കാം, അങ്ങനെ ഏത് കൊടുക്കുമ്പോഴും നമ്മൾ പൈതൺ 2ൻ്റെ കേസിൽ നമ്മൾ ജസ്റ്റ് ഇൻപുട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രിങ് ആണ് അവിടെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക. അതല്ലെങ്കിൽ ഇൻറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇൻപുട്ടായിട്ട് ഇൻറ്റീജർ കൊടുക്കാൻ കഴിയും. എന്നാൽ പൈതൺ 3ൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യും ഏതാണ് ഇൻപുട്ട് ടൈപ്പ് എന്നുള്ളത്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇൻറ്റ് സ്ട്രിങ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഏത് പ്രിമിറ്റീവ് ഫങ്ഷൻസ് ആയാലും അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആയാലും ഡാറ്റ ടൈപ്പ് ആയാലും ഇത് ഓട്ടോമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യും പൈതൺ 3ൻ്റെ കേസിൽ. പൈതൺ 2ൻ്റെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട വേണം. അതാണ് സെക്കൻഡ് പോയിൻറ്റ്. Python 2 use the function raw input to accept the user's input. യൂസറിനെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റിട്ടേൺ ദ സ്ട്രിങ് റെപ്രസെൻറ്റിങ് ദ വാല്യൂ വിച്ച് ഈസ് ടൈപ്ഡ് ബൈ ദ യൂസർ. യൂസർ ടൈപ്പ് ചെയ്യുന്ന ഒരു വാല്യൂ, സ്ട്രിങ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുക. അതിനെ നമുക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റ് ഫംഗ്ഷൻ സെപ്പറേറ്റ് തന്നെ യൂസ് ചെയ്യണം. എന്നാൽ പൈതൺ 3ൻ്റെ കേസ് വരുമ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യും. ഏത് ടൈപ്പാണ് എൻ്റർ ചെയ്യുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും. എങ്കിലും നമുക്ക് പ്രിമിറ്റീവ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള ഇൻറ്റ് സ്ട്രിങ് എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പൈതൺ 2ൻ്റെ കേസ് വരുമ്പോൾ അത് the implicit string type is ASCII, whereas in Python 3 the implicit string type is Unicode.
ഈ Python2 യൂസ് ചെയ്തിരുന്ന സമയത്ത് അതിൻ്റെ സ്ട്രിങ് ടൈപ്പ്, അതായത് ആസ്കി വാല്യൂസ് ആയിട്ടാണ് കൊടുത്തിരുന്നത് സ്ട്രിങ് ടൈപ്പിന്. അങ്ങനെ കൊടുത്തപ്പോൾ ചില ലാംഗ്വേജസിൽ ചില കൺസെപ്റ്റുകൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് കാരണം അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനകത്ത്, അതായത് Python3 യൂണിക്കോഡ് ടൈപ്പാണ് ഇംപ്ലിസിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് റേഞ്ച് ഫങ്ഷൻസ് ആണ്. Python3 നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സ് റേഞ്ച് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നില്ല. Python2 നമ്മൾ എക്സ് റേഞ്ച് ആയിട്ടാണ് കൊടുത്തിരുന്നത്, അതായത് റേഞ്ച് 0 1 2 3 4 5 6 7 10 അങ്ങനെയാണ് കൊടുത്തിരുന്നത്. Python3 കേസ് വന്നപ്പോൾ അതൊരു ഒബ്ജക്റ്റ് മോഡലാണ് കൊടുത്തത്. So the xrange is the variant of range function which return the xrange object that works similar to Java iterate. Java iterate തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ അതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. Python2 എക്സ്റേഞ്ച് ആയിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ Python3 റേഞ്ച് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. The range return a list. For example, the function range 0 3 contains 0 1 2 3. ഇപ്പോൾ റേഞ്ച് 0 to 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും. ആ രീതിയിലാണ് Python3 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് പിന്നെ ഡിഫറൻസ് ഉള്ളത്. അതായത് Python2 എക്സ് റേഞ്ച് ആണ് ഉണ്ടായിരുന്നത്, Python3 റേഞ്ച് ആണുള്ളത്. അതാണ് ഡിഫറൻസ് കേട്ടോ. There is also small change made in exception handling in Python3. It defines a keyword as which is necessary to be used. Python2 നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ പ്രിൻ്റൊക്കെ യൂസ് ചെയ്തിരുന്ന പോലെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്തിരുന്നു. പക്ഷേ Python3 വന്നപ്പോൾ അതൊരു കീവേഡായിട്ട്, നെസസറി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കീവേഡായിട്ട് തന്നെ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് മാറി. അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. സോ അത് യൂസ് ചെയ്യേണ്ട നെസസറി ആയിട്ട് വന്നു. സോ അത് നമ്മൾ പ്രിൻറ്റിൽ ഫംഗ്ഷൻ കൊടുത്ത് ചെയ്യുന്ന പോലെ തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും ഡീറ്റെയിൽ ആയിട്ട് Python3 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള എന്താ പറയുക ഡിഫറൻസസ്. നമ്മൾ Python2 Python3 തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. Python2 Python3 തമ്മിൽ ഒരുപാട് വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. സാധാരണ ഒന്നിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുമ്പോൾ ഉള്ള സിമിലാരിറ്റീസോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് പോലെയല്ല ഈ Python2ൻ്റെയും 3ൻ്റെയും കേസിൽ വരുന്നത്. ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു പ്രിൻറ്റിൻ്റെ കേസാണ്. പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുക, ഒന്നിനകത്ത് പ്രിൻ്റ് ആണ്, കോട്ടിനകത്ത് സംതിങ് ടൈപ്പ് ചെയ്താൽ മതി. മറ്റേ കേസിനകത്ത് Python3 കേസ് വരുമ്പോൾ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ട് പാരന്തസിസിനകത്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് ഇൻപുട്ടിൻ്റെ കേസാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ Python2 ഇൻറ്റീജറൊക്കെ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇൻറ്റ് ഫംഗ്ഷൻ എന്നുള്ളത്. എന്നാൽ Python3 കേസിൽ ഇൻപുട്ട് ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ Python2 ഇംപ്ലിസിറ്റ് ചെയ്തിട്ടുള്ളത് ആസ്കി സ്ട്രിങ് ടൈപ്പാണ്. എന്നാൽ Python3 കേസ് വന്നപ്പോൾ ആസ്കി യൂസ് ചെയ്തത് കാരണം വന്ന പല ലിമിറ്റേഷൻസും കാരണം യൂണിക്കോഡ് സിസ്റ്റമാണ് കൊണ്ടുവന്നത്. പിന്നെ വരുന്നത് റേഞ്ചിൻ്റെ കേസാണ്. Python2 എക്സ് റേഞ്ചാണ് യൂസ് ചെയ്തിരുന്നത് എങ്കിൽ Python3 റേഞ്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതൊന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ കേസാണ്. Python3 അതൊരു കീവേഡ് പോലെ നെസസറി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എന്ന് പറയുന്നത്. ഇത്രയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു പ്രത്യേകമായിട്ട് ഇതൊരു ഇമ്പോർട്ടൻസ് ആയി കിടക്കുന്നത് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ്. 2 പെട്ടെന്ന് ഇതിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ 3 സ്വിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരുപാട് എറേഴ്സ് വരുന്ന ഇഷ്യൂസ് വരാറുണ്ട്. കാരണം കറക്റ്റ് നമ്മൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയാത്തടത്താണ്. സോ എന്ത് ചെയ്യണം, അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, താങ്ക് യു.